കോഴിക്കോട്ടേക്കാണ്. അവിടെ മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം നിലച്ച് 10 ദിവസം പിന്നിടുമ്പോഴും പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായിട്ടില്ല. വിഷയത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് MK രാഘവൻ MP നടത്തുന്ന ഉപവാസം തുടരുകയാണ്. അതേസമയം കേന്ദ്രം ആരോഗ്യ മേഖലയ്ക്ക് പണം അനുവദിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും കാരുണ്യ വഴി മരുന്ന് ലഭ്യമാക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. മെഡിക്കൽ കോളേജിലെ ന്യായവില മരുന്ന് സ്റ്റോറുകളിലേക്കുള്ള മരുന്ന് വിതരണം ഈ മാസം 10-നാണ് വിതരണക്കാർ നിർത്തിവെച്ചത്. ഒക്ടോബർ വരെയുള്ള കുടിശ്ശികയെങ്കിലും തന്നില്ലെങ്കിൽ മരുന്ന് വിതരണം പുനരാരംഭിക്കില്ല എന്ന നിലപാട് ഘടിപ്പിച്ചതോടെ മരുന്ന് ക്ഷാമം രൂക്ഷമായി. പലതവണ ചർച്ച നടത്തിയിട്ടും കുടിശ്ശിക തീർക്കുന്നത് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. ഇതോടെയാണ് കോൺഗ്രസ് പ്രതിഷേധം ആരംഭിച്ചത്. പരിഹാരം ആവശ്യപ്പെട്ട് MK രാഘവൻ MP നടത്തുന്ന 24 മണിക്കൂർ ഉപവാസം രാവിലെ 8-ന് ആരംഭിച്ചു. പാവപ്പെട്ടവർക്ക് ഏക ആശ്രയം മെഡിക്കൽ കോളേജാണ്. പക്ഷെ അവർക്ക് പോലും ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെൻറ് ഒന്നും അനങ്ങുന്നില്ല. ഞാൻ 3 ആഴ്ച മുമ്പ് മുഖ്യമന്ത്രി കത്ത് കൊടുത്തതാണ്, ആരോഗ്യമന്ത്രി കത്ത് കൊടുത്തതാണ്, കലക്ടറോട് പറഞ്ഞതാണ്. ആർക്കും ഒരു ഉത്തരവാദിത്വമില്ലാത്ത രീതിയിലാണ് പെരുമാറ്റം മുഴുവനും. എന്ത് ചെയ്യാൻ പറ്റും? ഉപവാസം മുൻമന്ത്രി ഡോക്ടർ MK മുനീർ MLA ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികൾ സ്വകാര്യ മരുന്ന് ഷോപ്പിൽ നിന്നും മരുന്ന് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്തതിൻ്റെ പേരിൽ ഇവിടുത്തെ കടകൾ കയറി ഇറങ്ങി കൈനീട്ടി യാചിക്കുന്ന സാഹചര്യമുണ്ടാക്കിയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇതിനാദ്യം മറുപടി പറയേണ്ടത് എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അതേസമയം കേന്ദ്രം ആരോഗ്യ മേഖലയ്ക്ക് പണം അനുവദിക്കുന്നില്ലെന്നും 800 കോടി രൂപ നൽകാനുണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. കാസ്പ് വഴി 1600 കോടി രൂപ സംസ്ഥാനം വഹിക്കുമ്പോൾ 150 കോടി രൂപ മാത്രമാണ് കേന്ദ്രം വഹിക്കുന്നത് എന്നും ആരോഗ്യമന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള അധികമായിട്ട് മരുന്ന് പ്രൊക്യൂർ ചെയ്യേണ്ടതായിട്ട് വരും. KMCLന്റെ സപ്ലൈ ചെയിനിന് പുറത്തുള്ളതാണിത്. അത് ലോക്കലിയാണ് ആശുപത്രി മെഡിക്കൽ കോളേജ് പ്രൊക്യൂർ ചെയ്യുന്നത്. അവിടെ ഉണ്ടായിട്ടുള്ള കുടിശ്ശിക മൂലം ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ്. പക്ഷേ അതിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് സമാന്തരമായി കാരുണ്യ ഫാർമസി വഴി ഈ മരുന്നുകൾ അവൈലബിൾ ആക്കുന്നതിന് തീരുമാനിച്ചു. 9 മാസത്തെ കുടിശ്ശികയായ 90 കോടി രൂപ ലഭിക്കാനുള്ള സാഹചര്യത്തിലാണ് വിതരണക്കാർ മരുന്ന് വിതരണം അവസാനിപ്പിച്ചത്. കുടിശ്ശിക വേഗത്തിൽ തീർപ്പാക്കി മരുന്ന് വിതരണം പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഈ ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് MPയുടെ ഉപവാസം പുരോഗമിക്കുന്നത്. കോഴിക്കോട് നിന്ന് രാജേഷ് വെള്ളരിക്കൊണ്ടിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല.